ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർപ്പൂവ് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആരെങ്കിലും കൂട്ടുകാരെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുധിയും ശ്രുതിയും കൂടി റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ പരസ്പരം അവരുടെ ഇഷ്ടങ്ങളും സ്നേഹവും ഒക്കെ ഇങ്ങനെ പങ്കുവെച്ച് സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയുടെ മനസ്സിലും സുധിയുടെ മനസ്സിലും പരസ്പരം ഒരു അടുപ്പം തോന്നുകയാണ്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചു. അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതെ, ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ച് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എന്തിനാ വിഷമിക്കുന്നത്? ഇനിയും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്. എന്തായാലും അതിനെല്ലാം ഒരു നിമിത്തമായിട്ട് കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുക. അപ്പം ശ്രുതിയുടെ മനസ്സിലിരിപ്പും കാര്യങ്ങളും ഒന്നും പാവം നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പൊ പുള്ളിക്കാരന് ഒരു പൊടിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്. ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് രേവതിയാണ് കേട്ടോ. അപ്പൊ രേവതി മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ അശോകൻ അങ്കിളിനെ കാണുകയാണ്. അപ്പൊ പുള്ളിക്കാരനെ കണ്ടതും രേവതി ഓടിച്ചെന്ന് അങ്കിളിന്റെ അടുത്ത് വർത്താനം പറയുക. അപ്പൊ അങ്കിളെ, എങ്ങനെയുണ്ട്, ആന്റിക്ക് എന്നാ ഉണ്ട് വിശേഷം, ഇപ്പൊ എങ്ങനെയുണ്ട്, അസുഖമൊക്കെ കുറവായോ എന്ന് ചോദിക്കുമ്പം, മോളെ അവളുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, പിന്നെ സച്ചിമോൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നത് എന്നുള്ള കാര്യം പുള്ളിക്കാരൻ പറയുമ്പം രേവതി ആണെങ്കിലോ സച്ചി എന്താണ് ഇതിന് ചെയ്തതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പലിശക്കാരനായിട്ട് ഉള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മുടെ സച്ചി കാറ് പണയം വെച്ച് കുറച്ച് പൈസ വാങ്ങിച്ചല്ലോ. ആ കാശ് വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ചാൽ രേവതിയുടെ മാല അത് തിരികെ എടുപ്പിച്ചിട്ട് അവളുടെ കയ്യിൽ തന്നെ കൊടുക്കണം. അപ്പൊ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും വേണ്ടിയില്ല, അവളുമായിട്ടുള്ള ബാധ്യത തീർക്കാതെ ഒരു രക്ഷയില്ല. എന്തായാലും വീട്ടിൽ ഇത്രയ്ക്ക് വലിയ വിഷയമൊക്കെ ആയതാണല്ലോ, അതുകൊണ്ട് തന്നെ നേരെ പോവാണ് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ കാണിക്കുകയാണ് ചന്ദ്രമതി ആണെങ്കിലോ കൂട്ടുകാരി ഭാമയുടെ വീട്ടിലെത്തുക. അപ്പൊ ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി അവിടെ ഉണ്ട് കേട്ടോ. അവളാണെങ്കിൽ ചന്ദ്രമതിയുടെ കൂട്ടുകാരിക്ക് മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ചന്ദ്ര വന്നിട്ട്, ഭാമ, എടി ഒരു പ്രശ്നമുണ്ട്, എൻ്റെ മോൻ ആകെ മൊത്തം തളർന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇവള് നിൽക്കുന്നത് കാരണം, ശ്രുതി നിൽക്കുന്നത് കാരണം ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വിട്ടു പറയാൻ ചന്ദ്രമതി തയ്യാറാവുന്നില്ല. അപ്പൊ ഉടനെ ഭാമ പറയുന്നുണ്ട്, എന്തായാലും ദേ ഈ ശ്രുതി എന്ന് പറയുന്ന കൊച്ച് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടി തന്നെയാണ്. പിന്നെ ഇത് നീ വിചാരിക്കുന്ന പോലെയുള്ള ഒരു കുട്ടിയൊന്നും അല്ല. അവൾ അത്യാവശ്യം നല്ല ഫാമിലിയിൽപ്പെട്ടൊരു കുഞ്ഞു തന്നെയാണ്. പിന്നെ അവളുടെ അമ്മ ഈ അടുത്ത കാലത്താണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഭാമ പറയുക. അപ്പം ഇവളുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാവില്ല. എടി നിനക്കറിയാലോ, സുധിയുടെ മാനസികാവസ്ഥ നിനക്കറിയാലോ. ഞാൻ ആവശ്യമില്ലാതെയാണ് ആ ഒരു കല്യാണാലോചന കൊണ്ടുവന്നത്. എന്തായാലും അതിൻ്റെ പേരിൽ എൻ്റെ മകൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ അവനെ ഏത് നേരവും കുത്തി കുത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനോട് മേടിച്ച 50 ലക്ഷം രൂപ തിരികെ കൊടുത്തില്ലെങ്കിൽ എൻ്റെ മകൻ അവിടെ നിക്കക്കള്ളി ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ ഭാമ ചന്ദ്രയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിലോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഏകദേശം കേട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ഈ ശ്രുതിയെ ആരാണ് ഇങ്ങനെയൊക്കെ ശല്യം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മുടെ സച്ചിയുടെ കാര്യം തന്നെയാണ് ഇവളിങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും താൻ ആ വീട്ടിലേക്ക് ചെല്ലട്ടെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പൊ ഭാമ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്ര നീ ഇരിക്കുന്നുണ്ടോ, ഇവള് മസാജ് ചെയ്ത് തരും. വേണ്ട, എന്തായാലും ഇനിയിപ്പോ അതിനൊന്നും നേരെയില്ല, ഞാൻ എൻ്റെ മോന്റെ അടുത്തേക്ക് ചെല്ലട്ടെ, അവന് സമാധാനിപ്പിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങ് പോവാ. അപ്പൊ ആ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിയും, എന്നാ മേഡം ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് അവളും അവിടുന്ന് പോവുക കേട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ അശോകനങ്കിള് രേവതിയോട് പറയാ, മോളെ സച്ചി ചെയ്തത് ചെറിയൊരു കാര്യമൊന്നും അല്ല. ഞാൻ പൈസ ചോദിച്ച് രവിയുടെ അടുത്ത് ചെന്ന സമയത്ത് രവിയെ നമ്മുടെ സുധി ചതിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നയാ പൈസ എടുക്കാനില്ലായിരുന്നു. അതുമല്ല വാടക പൈസ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ അത് അപ്പുറം വാങ്ങിക്കൊണ്ട് പോയില്ലേ. അപ്പം അതുകൊണ്ട് അവനെന്നെ സഹായിക്കാൻ പറ്റാത്തതിൽ നല്ല നിരാശയും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സച്ചിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അവൻ എൻ്റെ മോനെ പോലെ തന്നെയാണ്. എനിക്ക് ഏറ്റവും അധികം അസൂയ തോന്നുന്നത് സച്ചി എന്ന് പറയുന്ന ആ ഒരു മോൻ, അവൻ എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് ഇല്ലാതെ പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും രവി ഒരുപാട് ഭാഗ്യം ചെയ്തവനാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ രേവതിക്ക് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ ഭയങ്കര അലിവ് തോന്നുക കേട്ടോ. അല്ലെങ്കിൽ കാര്യം പറയും, എങ്ങനെയാണ് അദ്ദേഹം സഹായിച്ചത്? മോളെ, നിന്റെ മാല പണയം വെച്ചിട്ടാണ് അവൻ എനിക്ക് 75,000 രൂപ തന്നത്. അല്ലാതെ അവൻ വെള്ളം അടിച്ച് നടക്കുന്ന ഒരുത്തരൊന്നും അല്ല. അവൻ്റെ നന്മ അറിയണമെങ്കിൽ അവനെ അതേ താളത്തിൽ തന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അതറിയാൻ പറ്റുള്ളൂ.
എന്തായാലും മോള് സച്ചിയെ തെറ്റിദ്ധരിക്കരുത്, ഇനി ഇതിന്റെ പേരിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത്. അങ്കിളിന്റെ ഭാര്യ ഇന്ന് ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സച്ചിയാണ് അതിന് കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രേവതിയോട് കാര്യങ്ങൾ പറയുമ്പം അവൾക്ക് വലിയ വിഷമമൊക്കെ ആയി കേട്ടോ. അങ്കിൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നും പറഞ്ഞ് അങ്ങനെ അവള് അങ്കിളിനോട് ക്ഷമയൊക്കെ ചോദിക്കുമ്പോൾ മോളെ അവന് ഇനിയും മനസ്സിലാക്കാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിലോ കാറ് പണയം വെച്ച് കുറച്ച് പൈസ വാങ്ങിച്ചില്ലേ, അപ്പം ആ കാശുമൊക്കെ ആയിട്ട് നേരെ പോകുന്നത് ചന്ദ്രൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു പണയം വെക്കുന്ന കടയിലേക്കാണ്. അപ്പം അവിടെ ചെന്ന പാടെ തന്നെ പറയുന്നുണ്ട്, ദേ നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കടയിൽ വന്ന് പണയം വെച്ച കാര്യം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയാനായിട്ട്? എന്താ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് പുള്ളിക്കാരൻ ചാടി എഴുന്നേക്കുക. അപ്പൊ തന്നെ സച്ചി പറയുന്നുണ്ട്, അതെ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം എനിക്കിപ്പോൾ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ദേ നിങ്ങളുടെ 75,000 രൂപ പലിശ എത്രയാന്ന് പറഞ്ഞാൽ മതി, എൻ്റെ സാധനം ഇങ്ങോട്ട് എടുക്കുമെന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, മോനെ അത് ഇവിടെ സേഫായിട്ടിരിക്കില്ലേ? പിന്നെ ഞാൻ രേവതിയെ കണ്ടപ്പോഴത്തേക്കിനും പരിചയം വെച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ ജസ്റ്റ് പറച്ചില്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ആ കടയിൽ പണയം വെക്കാൻ വേണ്ടി ഒരു ചേട്ടൻ വരികയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, അതെ നിങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടാണോ പണയം വെക്കാൻ വന്നേക്കുന്നത്? അയ്യോ അതെൻ്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല. എന്നാ പേടിക്കണ്ട, ദേ ഇയാള് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഭാര്യയെ അറിയിച്ചോളും, അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ട് ഓർത്ത് പേടിക്കണ്ടെന്ന് പറയുമ്പം അങ്ങനെ സച്ചി പറഞ്ഞതും ആ ക്ലൈന്റ് അവിടുന്ന് പിണങ്ങി പോവാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മാധവൻ ചേട്ടൻ പറയുന്നുണ്ട്, അതെ എൻ്റെ പൊന്ന് സച്ചി നീ എൻ്റെ കച്ചവടം അലമ്പാക്കല്ലേ. ദേ ചേട്ടാ ഇത് ചേട്ടനുള്ള ശിക്ഷയാണ്, ഇനി മേലാ ഇത് ആവർത്തിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കുമല്ലോ പണയം വെക്കുന്നത്, അപ്പം അതുകൊണ്ട് ചേട്ടൻ ഇതുമാതിരി കൂട്ടായ്പ പരിപാടി എടുക്കരുതെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് ആ മാലയും വാങ്ങി പോവുക. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം അവർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സുധിയെ തൻ്റെ കസ്റ്റഡിയിലാക്കണം, അത് തന്നെയാണ്. അപ്പം നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇപ്പം ശ്രുതിയോട് ദിവ്യ അനുരാഗമാണല്ലോ. അങ്ങനെ അവൾ കൂട്ടുകാരിയോട് പറയുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, എടി നിന്റെ ഈ ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നാണ് പിടിക്കപ്പെടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി, അച്ഛനാണെങ്കിൽ വിദേശത്ത് ബിസിനസ്, എന്തൊക്കെ കള്ളത്തരങ്ങളാണ്. നിനക്ക് സത്യമായിട്ട് പറഞ്ഞാൽ എന്താ പ്രശ്നം? എടി മോളെ സുധിയെ നമ്മൾ മെരുക്കുന്നത് പോലെയല്ല ചന്ദ്രമതി വിഷവിത്താണ്. എന്തായാലും ചന്ദ്രമതിക്ക് അത്യാവശ്യം നല്ല കുടുംബത്തിൽ നിന്നുള്ള ആലോചന അല്ലെങ്കിൽ ചന്ദ്രമതി എന്നെ അങ്ങോട്ട് കേട്ടില്ല. അപ്പം അവരായിട്ട് തന്നെ വന്ന് എൻ്റെയും സുധിയുടെയും കല്യാണം ആലോചിക്കണം, ആ സിറ്റുവേഷൻ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തോളും. അപ്പം അങ്ങനെയുള്ള ഭയങ്കര പ്ലാനിങ്ങുകളൊക്കെ ആട്ടോ ഇവള്. അപ്പം ഭൂലോക ഫ്രോഡാണ് എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു സീനിലൂടെ തന്നെ വ്യക്തമാകും. എന്തായാലും ശ്രുതി എന്ന് പറയുന്ന ഫ്രോഡിന് ശ്രുതി തന്നെയാണ് ചേരേണ്ടത്. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്